വയനാട് ദുരന്തത്തിൽ ഇന്ത്യൻ സേനയെ പോലും അപമാനിക്കുന്ന രാഷ്ട്രീയമാണ് കേരള സർക്കാർ കളിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ. കേരളം കണക്ക് നൽകാൻ കാലതാമസം വരുത്തിയതാണ് കേന്ദ്ര സഹായം ലഭിക്കാൻ വൈകിയതെന്നും വയനാട് ദുരിതബാധിതർക്ക് കേന്ദ്രം നൽകേണ്ടതെല്ലാം നൽകുമെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. ചെറുതോണിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്ര സഹമന്ത്രി. കണക്ക് കൊടുക്കുന്നത് നവംബർ മാസം 15-ാം തീയതി, അതിനുശേഷം ഡിസംബർ 1-ന് അപ്പൊ അത് പരിഗണിക്കുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ട് എംഡിമാർ അതിവേഗം ഡിസംബർ 1-ന് ചെന്നിട്ട് എംഡിമാരെല്ലാം കൂടെ പറഞ്ഞു നിങ്ങൾ പറയുന്ന കണക്കിന്റെ അടിസ്ഥാനത്തിൽ ഏത് കാറ്റഗറിയിലാണോ പിടിച്ചിട്ട് അത് പിടിച്ചിട്ട് ഏത് കാറ്റഗറിയാണെന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ പറയുന്നത് മാധ്യമങ്ങൾക്ക് ആവശ്യപ്പെടാം, അങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് ആവശ്യപ്പെടാം. അപ്പൊ അതുകൊണ്ട് മാധ്യമങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ പറഞ്ഞില്ല മുത്തച്ഛന്റെ കാലത്തെ കണക്ക് ഈ കഴിഞ്ഞ 2006 മുതൽ നടന്ന പ്രകൃതി ദുരന്തങ്ങൾ അവിടെ എന്ത് നടന്നു, ആ മനുഷ്യൻ എങ്ങനെയാണ് എന്നുള്ള കാര്യം പഠിക്കണം. അത് മാധ്യമങ്ങൾ പഠിക്കണം. മറ്റ് വിദേശ രാജ്യങ്ങളിലും അങ്ങനെയായിരുന്നു. ഇപ്പൊ അതിന്റെ കണക്കപ്പ വരികയാണ്. ആ നിമിഷം അവർ പറയും ഇത്ര കൊടുത്തിട്ടുണ്ട്, ഇത്ര കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന ഒരു കണക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ 2006 മുതൽ എയർഫോഴ്സിന് കൊടുത്തിട്ടില്ല, അത് മാധ്യമങ്ങൾ പഠിച്ചിട്ട് ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരണം. എന്തൊക്കെ ഇതിനു മുമ്പുള്ള ഈ ഹോക്കി ഉൾപ്പെടെയുള്ള എന്തെല്ലാം അവിടെ വാഗ്ദാനങ്ങളായിരുന്നു, എന്തെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞു, എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ കേന്ദ്രത്തിന് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. ഒരു ദുരന്തത്തില് കേന്ദ്രം കൊടുത്ത പണം ഇത് കൊടുത്തതാണ്. അതില് പ്രൈവറ്റ് ബാങ്കിൽ കൊണ്ടുപോയിട്ട് നാഷണലൈസ്ഡ് ബാങ്കിലല്ലാതെ ഷെഡ്യൂൾഡ് ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഉണ്ടായിരുന്നത് കേരളം ഉണ്ടായിട്ടാണ് നാഷണലൈസ്ഡ് ബാങ്കിലേക്ക് മാറ്റിയത്. ഈ കേരളത്തിൽ ഏത് സർക്കാരിനുള്ളതല്ല പ്രശ്നം, സർക്കാർ തുടർച്ചയാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി പഠനം നടത്തണം. 2006 മുതലുള്ള പണം എയർഫോഴ്സിന് കൊടുത്തിട്ടില്ല, അവരെ അപമാനിക്കുന്നു.